കേരളത്തിൽ 3 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. സംസ്ഥാനത്തെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളുള്ള വികസന പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഈ തുക അനുവദിക്കുക. കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ നിർണായകമായ പ്രഖ്യാപനം. കേരളത്തിലെ റോഡ് വികസനത്തിന് മാത്രമായി 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഉടൻ തന്നെ നടപ്പിലാക്കും. പാലക്കാട് മലപ്പുറം പാതയ്ക്കായി 10,000 കോടിയും അങ്കമാലി ബൈപ്പാസിന് 6,000 കോടിയും അനുവദിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന് 5,000 കോടി അനുവദിക്കും. ദേശീയപാത 544 അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് 6 വരിയാക്കും. ആകെ 896 കിലോമീറ്റർ ദൈർഘ്യമുള്ള 31 പുതിയ പദ്ധതികളാണ് ഉള്ളതെന്നും നിതിൻ ഗഡ്കരി പറയുകയും ചെയ്തു. റബ്ബർ അധിഷ്ഠിതമായ റോഡ് നിർമ്മാണം കേരളത്തിലെ റബ്ബർ മേഖലയ്ക്കും ഗുണകരമാകും. കേരളത്തിലെ നിക്ഷേപങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഉറച്ച പിന്തുണ നൽകും. രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യം കേരളത്തിൽ ഒരുക്കുവാൻ സഹായമുണ്ടാകും. ആയുർവേദം ഉൾപ്പെടെയുള്ള മേഖലകൾ സമ്പന്നമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് കേരളത്തിലേക്ക് വരുന്നത്. ഈ സാധ്യതകൾ മികച്ച രീതിയിൽ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ടൂറിസം വികസനത്തിന് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതേസമയം കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും അറിയിച്ചു. സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരത്തിനും കാസർഗോഡിനുമിടയിലെ യാത്രാസമയം കുറയുമെന്ന് വ്യക്തമാക്കിയ പീയൂഷ് ഗോയൽ കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് രാജ്യത്തെ മികച്ച പാർലമെന്ററിയനായിരുന്നുവെന്നും അഭിനന്ദിച്ചു. കേരളം എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ താമര വിരിഞ്ഞിട്ടില്ലെന്നും തമാശ രൂപേണ മന്ത്രി പറയുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉച്ചകോടിക്ക് കരുത്തു പകരുമെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് പ്രതികരിച്ചത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ UAE ധനമന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൈൻ ഫക്രു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി, CII പ്രസിഡന്റ് സഞ്ജീവ് പുരി, അദാനി പോർട്ട് MD കരൺ അദാനി തുടങ്ങിയവരും പങ്കെടുത്തു.